ഉഗ്രമീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം മുഖരം മൃത്യുമൃത്യും നമാമ്യഹം. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധം, അതിൽ 24 ഗുരുക്കന്മാരുടെ കഥ, അല്ലെങ്കിൽ ദത്താത്രേയ ഗീത. ഒരവധൂതൻ യദുരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന കഥ, എങ്ങനെയാണ് മനസ്സിനെ നിയന്ത്രിക്കേണ്ടത്, അതിനുള്ള ഉത്തരമാണ് കുറേ ഗുരുനാഥന്മാരുടെ കഥ പറയുന്നത്. ലോകത്ത് എല്ലാം നമുക്ക് ഗുരുനാഥന്മാരാണ്. ഉപകരിക്കുന്നവരൊക്കെ എൻ്റെ ഗുരുനാഥന്മാരാണ്. ഓരോരുത്തരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ചിലരെ കാണുമ്പോൾ അങ്ങനെ ആവണം എന്ന് മനസ്സിലാക്കാം, ചിലരെ കാണുമ്പോൾ അങ്ങനെ ആവരുതെന്ന് മനസ്സിലാക്കാം. അനുഭവം ഗുരു പറയാറുണ്ട്. ഓരോ ആളുകളെ പരിചയപ്പെടുമ്പോഴും നമുക്ക് ഓരോ അനുഭവമാണ്. അതൊക്കെ നമ്മുടെ ഗുരു തന്നെയാണ്. ഒന്നും ചിന്തിക്കേണ്ട. എല്ലാവരെയും നമ്മൾ ഗുരുനാഥനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് നമസ്കരിക്കാം. ശരീരം കൊണ്ട് നമസ്കരിക്കാൻ പറ്റില്ല. മനസ്സുകൊണ്ട് നമസ്കരിച്ച് അതിൽ നിന്നൊക്കെ പാഠം പഠിച്ച് നമ്മൾ പുരോഗമിക്കുക. അതാണ് വേണ്ടത്. ഒരു സാധകൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു കഥ പറഞ്ഞു തന്നത്. അതിൽ പഞ്ചഭൂതങ്ങൾ നമ്മൾ കേട്ടു. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. ഈ പഞ്ചഭൂതങ്ങൾ പാഠം പഠിപ്പിച്ചു. ഇനി സൂര്യൻ, ചന്ദ്രൻ. ചന്ദ്രൻ എന്തേ പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ചന്ദ്രനെ പോലെയാണ് വാസ്തവത്തിൽ നമ്മൾ. ശരിക്കും ചന്ദ്രൻ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഉത്തരം പൂർണ്ണനാണ്, വട്ടത്തിലാണ്. വട്ടം എന്ന് പറഞ്ഞാൽ ഒരു കുറവുമില്ല എന്നർത്ഥം, പൂർണ്ണനാണ്. ശരിക്കും നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പൂർണ്ണരാണ്, ഒരു കുറവില്ലാത്തവരാണ്. പക്ഷെ കണ്ട നമുക്കിങ്ങനെ എവിടെയോ എന്തോ ലേശം ഇല്ല, ഒരു കുറവുമില്ല, നമ്മൾ പൂർണ്ണരാണ്. പക്ഷേ ചന്ദ്രനെ നമ്മൾ നോക്കുമ്പം കുറഞ്ഞു വരുന്നതും കൂടി വരുന്നതായിട്ട് കാണാറുണ്ട്. കല നോക്കിയാൽ അങ്ങനെ കുറഞ്ഞു വരും. ഇല്ലത്തോ കഴിഞ്ഞു വിചാരിക്കും. പിറ്റേ ദിവസം ലേശം കഷ്ണം കാണും, എന്നിട്ട് കൂടി വരുന്നത് കാണാം. ഇതുപോലെ നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും നോക്കിയാൽ ഇന്ന് രാവിലെ കുറച്ചൊരു ഉന്മേഷം ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചൊരു മൂടോഫും, മഴ കണ്ട് പെയ്യുന്നുണ്ട്, ഞങ്ങളുടെ മുഷ്ടിയും, അങ്ങനെ സന്ധ്യയായപ്പോൾ തീരെ വയ്യാണ്ടായി. പിന്നെ രാത്രി ഉറങ്ങി, രാവിലെ ആകുമ്പോൾ കൂടി കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്. ഇങ്ങനെ സന്തോഷം, ദുഃഖം, സുഖം, ദുഃഖം, ജനനം, മരണം എന്നൊക്കെ തോന്നും. വാസ്തവത്തിൽ നമ്മൾ പൂർണ്ണചന്ദ്രനാണ്. ഇങ്ങനെ കലയെ കാണുന്ന സമയത്തും സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കാൻ കഴിവുള്ളവർ നോക്കിയാൽ അവർക്ക് കാണാം അപ്പോഴും ചന്ദ്രൻ പൂർണ്ണം തന്നെയാണ്. നല്ലോണം ശ്രദ്ധിച്ചത് കാണാം. ആ കല കഴിഞ്ഞ് പിന്നെയും വട്ടത്തിൽ കാണാം. ഇതുപോലെ ഇവിടെ വെയിലാണെങ്കിലും മഴയാണെങ്കിലും നമ്മളെ പറ്റി പലരും കുറ്റം പറയുമ്പോഴും പുകഴ്ത്തുമ്പോഴും അതിൽ ശ്രദ്ധിക്കുക. അതൊക്കെ കലയാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട സൂക്ഷ്മമായി തൻ്റെ ആത്മാവിനെ തന്നെ ശ്രദ്ധിക്കാൻ ശ്രമിച്ചാൽ താൻ ഒരു കുറവുമില്ലാത്തവനാണ്. ഈ പറയുന്ന പ്രശ്നങ്ങളിലൊന്നും താൻ ഇടപെടേണ്ട കാര്യമില്ല. എപ്പോഴും സമാധാനമായിട്ടിരിക്കുന്നവനാണ് ഞാൻ. എനിക്കൊരു കുറവും ഒരിക്കലും സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കി ശാന്തനായി വർത്തിക്കണം എന്നെ ആര് പഠിപ്പിച്ചു? ചന്ദ്രൻ പഠിപ്പിച്ചു. കപോലോചകര സിന്ധു പതംഗോ മധുഗജ. പിന്നെ രവി പറഞ്ഞാൽ സൂര്യൻ. സൂര്യൻ എന്ത് പഠിപ്പിച്ചു ചോദിച്ചാൽ, സൂര്യൻ കർമ്മയോഗിയാണ്. ഇങ്ങനെ വേണം കർമ്മം ചെയ്യാൻ. ഫലം ആഗ്രഹിച്ച് കർമ്മം ചെയ്താൽ എന്താ കുഴപ്പം ചോദിച്ചാൽ, അതിൽ ഏറ്റക്കുറച്ചിൽ വന്നാൽ തന്നെ ബാധിക്കും. ഇപ്പം ഇവിടെയുള്ള ആചാര്യന്മാർക്കൊന്നും ഒരു പ്രശ്നമില്ലാണ്ട് സപ്താഹം നടത്താൻ കാരണം എന്താ വെച്ചാൽ ദക്ഷിണ വാങ്ങുന്നില്ലാന്നുള്ളതാണ്. എന്താണ്? അതുകൊണ്ട് ഇത്ര നേരം പറയാ, ഇന്നത് പറയാ, അങ്ങനെയൊന്നുമില്ല. കാരണം ഫലത്തിനെ പറ്റി ചിന്തയില്ല. കാരണം ഇതൊന്നും ഞങ്ങൾക്കല്ല, ഇവർക്ക് അങ്ങോട്ട് കൊടുക്കുക എന്നല്ലാതെ. അല്ലെങ്കിൽ ഇങ്ങനെയല്ല, ശ്രദ്ധിക്കും. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഫലം ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് തന്നെ വന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഫ്രീ ആയി എല്ലാവരും എന്തായി, എല്ലാവർക്കും ഭാരം ഒഴിഞ്ഞു. വലിയ ഡോക്ടർമാർ പോലും അവരുടെ മകൻ്റെ സർജറി ചെയ്യുന്ന സമയത്ത് അത് വേറെ ആളെ ഏൽപ്പിക്കുകയില്ല, അവർ ചെയ്യില്ല. കാരണം എൻ്റെ ഒരു വിചാരം ഉള്ളിലുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ട്. കൈ പറക്കും, അവർക്ക് മനസ്സിൽ വികല്പമാകും. അതുകൊണ്ട് ഫലം ആഗ്രഹിക്കാനുള്ള കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ അപകടമാക്കി ചെയ്യാന്നല്ല, തൻ്റെ കഴിവിൻ്റെ പരമാവധി ഭംഗിയിൽ ചെയ്യുന്നു, അത്ര തന്നെ ചെയ്യുന്നു, അത്ര തന്നെ, അതിലപ്പുറമില്ല. ആസ്വദിച്ച് കർമ്മം ചെയ്യുക, അതാണ് സൂര്യൻ്റെ ഏർപ്പാട്. സൂര്യൻ നന്നായി ആവുന്നതുപോലെ ജ്വലിക്കും. പക്ഷെ അത് ഒരിക്കലും ചോദിക്കാറില്ല, ഇന്നലെ എൻ്റെ വെളിച്ചം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു നോക്കിട്ട്, ഇന്നലെ ഉച്ചയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നൊന്നും അത് ചോദിക്കില്ല. ഇതുപോലെ നമ്മളും ഒരു കർമ്മം ചെയ്താൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. പ്രഭാഷണം കഴിഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ കഴിയാൻ പോവുക, ചോദിക്കരുത്. ചോദിച്ചാൽ പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവാൻ. ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടം. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല, ചിലർക്ക് കുറേ അഭിപ്രായങ്ങൾ പറയാനുണ്ടാവാം. പക്ഷെ അതൊന്നും നമ്മൾ നോക്കണ്ട. നമുക്ക്
ആവുന്നതുപോലെ ചെയ്തു. അത് ഈശ്വരൻ്റെ അപ്പോഴത്തെ സന്ദർഭം, ആ സാഹചര്യം, ഭഗവാന്റെ സങ്കല്പത്തിനനുസരിച്ച് ചെയ്തു. ഭഗവാൻ സന്തോഷിക്കുക, ഈ വിചാരം മാത്രമേ പാടുള്ളൂ. ഫലം എന്ന് പറഞ്ഞാൽ താൻ ആസ്വദിച്ച് ചെയ്യുക മാത്രം. സൂര്യൻ പറയുന്നത് ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ ആസ്വദിക്കുന്നുണ്ട്, അത്രയും നോക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളതിനെപ്പറ്റി ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ ആസ്വദിച്ച് ജ്വലിക്കുന്നു. ഇതുപോലെ ആസ്വദിച്ച് പാടുക, ആസ്വദിച്ച് ഭാഗവതം കേൾക്കുക, ആസ്വദിച്ച് പറയുക. പിന്നെ കഴിഞ്ഞു വല്ല ഫലവും കിട്ടിച്ചാൽ വേണ്ടെന്ന് വെക്കണ്ട. അത് ഏറ്റക്കുറച്ചിനനുസരിച്ചിട്ടല്ല പ്രവൃത്തി. അധികം കിട്ടും എന്നാൽ കുറച്ച് അധികം പ്രഭാഷണം, കുറച്ചേ കിട്ടുള്ളൂ എന്നാൽ കുറച്ച് അങ്ങനെയൊന്നുമില്ല. അത് വൃത്തിയിൽ താൻ ചെയ്യുമ്പോൾ ഫലം ഒരു ഘടകമല്ല എന്ന് കരുതി ഫലം വാങ്ങില്ല എന്നോ പറയണില്ല, ആഗ്രഹിക്കുന്നില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ശ്രദ്ധിക്കണം. കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന. കർമ്മത്തിൽ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യമുള്ളൂ. അധികാരം എന്ന് പറഞ്ഞാൽ അർത്ഥം സ്വാതന്ത്ര്യം. എനിക്കിവിടെ പ്രഭാഷണം ചെയ്യാണ്ടിരിക്കാം, അതിന് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് ധരിച്ച് മനസ്സിലാക്കി സന്തോഷത്തോടു കൂടി കഴിയാവുന്നതാണ് അതിൻ്റെ ഫലം. അതിലെനിക്ക് ഫലം ചെയ്യാൻ പറ്റും. പറഞ്ഞു നോക്കാം. ബാക്കി കുറേ സാഹചര്യമുണ്ട്. അത് പ്രകൃതിയുടെ ചില അനുഗ്രഹം വേണം, ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് തോന്നണം. അത് ഉള്ളിലുള്ള സംസ്കാരത്തിനനുസരിച്ചാണ്. അതിനൊന്നും എനിക്കൊന്നും ചെയ്യാനില്ല. അതാലോചിച്ച് ഞാൻ വിഷമിക്കാൻ നിൽക്കരുത്. ഞാൻ എൻ്റെ പണി ആവേണ്ടതുപോലെ വൃത്തിയിൽ ചെയ്യുക. ആരെ പോലെ? സൂര്യനെ പോലെ തൻ്റെ കടമ ഭംഗിയിൽ ചെയ്യുക. അച്ഛനാണെങ്കിൽ മക്കളെ നോക്കണം, അച്ഛനും അമ്മയാണെങ്കിൽ മക്കളെ നോക്കുക, മക്കളാണെങ്കിൽ അച്ഛനും അമ്മയും നോക്കുക. അവർക്ക് തൃപ്തിയാവുണ്ടോ ഇല്ല അത് വേറെ വിഷയം. എത്ര കണ്ട് നോക്കിയാലും തൃപ്തിയാവാത്തവരിവിടെ. അത് നോക്കണ്ട. താൻ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നു, ഭഗവാൻ സന്തോഷിക്കട്ടെ. ഈ വിചാരം തൻ്റെ കടമ താൻ ആവുന്നതുപോലെ ചെയ്യുന്നു, ഫലം ആഗ്രഹിക്കാതെ. അതാണ് എന്നെ ആര് പഠിപ്പിച്ചത്? സൂര്യൻ പഠിപ്പിച്ചു. സൂര്യൻ ഒരിക്കലും എൻ്റെ എന്നുള്ള വിചാരം ഇല്ലാതെയാണ് അദ്ദേഹം കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ട് എന്നും ജ്വലിക്കാൻ പറ്റുന്നുണ്ട്, സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. അതാണ് സൂര്യൻ പഠിപ്പിച്ചു. അടുത്തത് തപോതഹ, ഒരു പ്രാവ്. പ്രാവ് എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു പ്രാവിനെ കണ്ടു, വലിയ ഇഷ്ടമായി. അങ്ങനെ അവർ രണ്ടുപേരും ലിവിങ് ടുഗദർ, അവർ വീട് വിട്ട് ഇറങ്ങി. അതുകൊണ്ട് അത് പറ്റി ചോദിച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം കുട്ടികളുണ്ടായി, 2 കുട്ടികളും ഉണ്ടായി. ഇവരെ നോക്കണം വെച്ചാൽ നേരാവണ്ണാണെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്ന് നിൽക്കുകയും പോകും. അപ്പോൾ അങ്ങനെ അല്ലാത്തതുകൊണ്ട് അവരൊന്നും സഹകരിക്കുന്നുമില്ല. അപ്പോൾ വലിയ ബുദ്ധിമുട്ടായി. ഇവരെ നോക്കണം. ഭർത്താവ് മാത്രം ജോലിക്ക് പോയാൽ പറ്റില്ല. ഫ്ലാറ്റിന് തന്നെ 10,000 രൂപ വാടകയാണ്. അപ്പം ഭാര്യയ്ക്കും ജോലിക്ക് പോകണമെന്നായി. 2 പേരും കൂടി ജോലിക്ക് പോകുമ്പം ഈ കുട്ടികളെ നോക്കാൻ സമയം കിട്ടിയില്ല. നമ്മൾ ജീവിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയെന്ന് പറയുന്നൊരു കുട്ടികളെ വഴിക്ക് പോകുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ എത്രയോ പേര് കഷ്ടപ്പെടുന്നുണ്ട്. തന്നെ ഡിപ്രഷനായിട്ട് വിഷമമായിട്ട് രക്ഷിതാക്കളെ കൂടി നടക്കുന്നത് നമ്മൾ കുറേ കാണുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടം എന്ന് വിചാരിച്ച് ഒഴിവാക്കാൻ പറ്റണം, അത് പറ്റണമില്ല. ഇത് ഒരു വേടൻ വല വിരിച്ചു, 2 കുട്ടികൾ അതിൽ വീണു. ശ്രദ്ധിക്കണം. പണ്ടൊരു CCTV വെച്ച് വല ആരെങ്കിലും വിരിക്കുന്നുണ്ടോ എന്ന് അടയ്ക്കൊന്ന് നോക്കണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. തിരിച്ചു വന്നു. ഈ അമ്മ പക്ഷി ഇര തേടി, അത് ഭക്ഷണമായിട്ടാണ് വരുന്നത്. കുട്ടികൾ വലയിൽ വീണ് കിടക്കുന്നത് കണ്ടപ്പം സങ്കടം തോന്നി. ഇവരില്ലാണ്ട് എന്ത് ജീവിതം എനിക്ക് എന്ന് പറഞ്ഞ് എടുത്ത് ചാടി തൻ്റെ ഭർത്താവിൻ്റെ കാര്യം മറന്നുപോയി. തൻ്റെ ഭർത്താവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് തൻ്റെ പെറ്റ അമ്മയെയും അച്ഛനെയും ഒഴിവാക്കി പോകുന്നത്. അന്ന് ഭർത്താവിനോടായിരുന്നു ഭ്രമം, ഇപ്പം മക്കളോടാണ് ഭ്രമം. ഓരോ കാലത്ത് മാറും, ഓരോന്നിനോടാവും. നമുക്ക് മൊബൈലിനോടാവും ഭ്രമം. ഓരോരുത്തർക്കും ഓരോ ഭ്രമം, ഇന്നതൊന്നുമില്ല. ഇവിടെ ഓരോ സമയത്ത് ഓരോ പ്രലോഭനങ്ങൾ ഉണ്ടാവുന്നു, ഓരോന്നിനോട് ഒട്ടലുണ്ടാവുന്നു. പണ്ട് നമ്മളെ ഒട്ടിയ വിഷയങ്ങളോട് ഇപ്പം ചിലപ്പോൾ ഒരു താല്പര്യം ഉണ്ടാവില്ല. പണ്ട് ബിസ്ക്കറ്റ് വലിയ ഇഷ്ടമായിരുന്നു, ഇപ്പോൾ എനിക്ക് ബിസ്ക്കറ്റ് കണ്ട ഒരു ഇഷ്ടം. സ്വർണ്ണ ബിസ്ക്കറ്റ് ഇഷ്ടമാണ് ഇപ്പോൾ എനിക്ക് മറ്റേ ബിസ്ക്കറ്റിനോടൊക്കെ ഇഷ്ടം. ബലൂൺ വലിയ ഇഷ്ടമായിരുന്നു, ഇപ്പം ബലൂൺ കണ്ട ഒരു താല്പര്യമില്ല എന്ന് കരുതി ബലൂണിനോട് താല്പര്യം ഇല്ലാന്നേ ഉള്ളൂ. വേറെ പലതിനോട് താല്പര്യം ഇപ്പോഴും ഉണ്ട്. ഓരോ കാലത്ത് ഓരോ പ്രലോഭനം, അതിൽ പെട്ടു പോകുന്നു. അത് സംഭവിക്കരുത്. ഇവിടെ എന്ത് പറ്റി ചോദിച്ചാൽ, അതിസ്നേഹം. അതിസ്നേഹ പ്രസംഗോവ കർത്തവ്യ. ആരോടും അധികം ഒട്ടാൻ നിൽക്കരുത്. അതുകൊണ്ട് പല സന്യാസിമാരും അവർ ചിരിക്കില്ല, അവരിങ്ങനെ നിൽക്കുള്ളൂ. എന്താ കാരണം? ചെയ്സ് പോകാം. അതിസ്നേഹ പ്രസംഗോവ. ഒന്ന് ചിരിച്ചു വെച്ചാൽ അടുത്തേക്ക് വരും. വേറെന്താ? പിന്നെ വലിയ ബന്ധമായി. പിന്നെ രാവിലെ ഗുഡ് മോർണിംഗ്, ഉച്ചയ്ക്ക് ഗുഡ് ആഫ്റ്റർനൂൺ, വൈകുന്നേരം ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്. പിന്നെ അവരായിട്ട് ബന്ധമായി. അവരവിടുത്തെ വീട്ടുകാരും പറയും. നമുക്ക് എൻ്റെ വീട്ടിൽ കുറേ പ്രാരംഭമുണ്ട്. ഇതും പോരായിട്ട് 100-500 പേരുടെ പ്രാരംഭം കൂടി 24 മണിക്കൂറേ ഉള്ളൂ. ഇതെല്ലാം കൂടിയായിട്ട് അവസാനം നമ്മൾ കൗൺസിലിങ്ങിന് പോകേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് വേണ്ട. വായിക്കേണ്ടവർക്ക് ഭാഗവും വായിക്കുക, സമാധാനമായിട്ട് ഇരിക്കുക, അത്ര തന്നെ. അധികം ആരോടും ഒട്ടരുത്. അതെന്നെ ആര് പഠിപ്പിച്ചു? പ്രാവ് പഠിപ്പിച്ചു. കപോതോ അജകര സിന്ധു. അജകരം പെരുമ്പാമ്പ്. പെരുമ്പാമ്പ് എന്നെ പഠിപ്പിച്ച പാഠം എന്താ ചോദിച്ചാൽ, അത് ആഹാരത്തിന് വേണ്ടി ഓടി നടക്കാറില്ല. ഇതുപോലെ നമ്മളും കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കാൻ പരിശീലിക്കുക. ചിലപ്പം കുറേ കിട്ടും, വേണ്ടാന്ന് പറയണ്ട. ചിലപ്പം കുറഞ്ഞു പോകും, വാശി പിടിക്കണ്ട. ഒക്കെ ഉണ്ടാവും. ചിലപ്പം പോയിരിക്കുമ്പോൾ ഉപ്പുമാവാ ഞാൻ ഇഡ്ഡലിയെ കഴിക്കുള്ളൂ, അങ്ങനെയൊന്നും വേണ്ട. ഉപ്പുമാവും ഇഡ്ഡലി വെച്ച ഇഡ്ഡലി, ഇനി ഒന്നുമില്ല, എന്നാൽ ഏകാശം എന്ന് കൂട്ടുക. എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ പരിശീലിക്കണം. പെരുമ്പാമ്പ് അങ്ങനെയാണല്ലോ, അത് വായ തുറന്ന് കിടക്കും.
യാദൃശ്ചികമായിട്ട് അതിൻ്റെ വായയ്ക്ക് വന്നു വീഴും ചില ജന്തുക്കൾ, അത് വേണ്ടാന്ന് വയ്ക്കില്ല. മുയലും മാനൊക്കെ സിംഹത്തെയും പുലിയും പേടിച്ച് ഓടുന്ന സമയത്ത് കാല് തെറ്റി അവിടെ വീഴും, പെരുമ്പാമ്പിൻ്റെ വായിൽ വീഴും, വീണാൽ ഒഴിവാക്കൊന്നുമില്ല. ചിലപ്പോൾ 2 മാസത്തേക്കൊന്നും കഴിച്ചില്ല എന്ന് വരും. എന്ന് കരുതി അതിനെന്തില്ല, അതിന് മൂഡ് ഓഫ് ഒന്നുമില്ല. നമുക്ക് അടുത്തൊരു നേരം കിട്ടിയില്ലെങ്കിൽ സങ്കടം. ഇതിനങ്ങനെയില്ല, 2 മാസത്തേക്കൊന്നും കഴിച്ചില്ല എന്ന് വരും. അത് യാദൃച്ഛികമായിട്ട് കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുന്ന ജന്തുവാണ്. ഇതുപോലെ എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടും, അതില്ലാണ്ടിയാക്കാൻ ഒരാൾക്കും സാധിക്കില്ല. എനിക്ക് അർഹതപ്പെട്ടതേ കിട്ടുള്ളൂ, ഞാൻ പിന്നാലെ ഓടിയിട്ടും കാര്യമൊന്നുമില്ല. ചില പറയും ലോട്ടറി അടിച്ചല്ലോ, അത് താൻ കഴിഞ്ഞ ജന്മത്തിൽ കുറേ അധ്വാനിച്ചതുകൊണ്ട് കിട്ടിയതാണ്. എന്താണ് അതത്രേ ഉള്ളൂ, അല്ലാതെ ഒന്നും അനി അത് കിട്ടിയാൽ അനുഭവിക്കാൻ പറ്റൂല, അതിനനുസരിച്ചുള്ള കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് നമ്മളിവിടെ ജനിക്കുമ്പോഴേക്കും നമുക്ക് കുടിക്കാനുള്ള പാൽ അമ്മയുടെ നെഞ്ചത്ത് വെച്ച ആളാണ് ആര്? ഭഗവാൻ. എന്നിട്ട് നമ്മൾ സംശയിക്കുക വൈകുന്നേരം ഇനിയിപ്പം മുടങ്ങുമോ? ഇല്ല, ഇതൊക്കെ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിക്കോളും. ഇതൊക്കെ ആ മഹാശക്തി നടത്തുന്നതാണെന്ന് മനസ്സിലാക്കി വഴങ്ങിക്കൊടുക്കണം. അതാണ് ഞാൻ ആരെന്ന് പഠിച്ചതും പെരുമ്പാമ്പിനെ പോലെ. അത് ഈശ്വരനെ വഴങ്ങി തനിക്കൊരു പ്രശ്നവുമില്ല, എപ്പോഴും വേണ്ടതൊക്കെ ഭഗവാൻ നോക്കിക്കോളും എന്നുള്ള മട്ടിൽ സഞ്ചരിക്കുകയാണ്. ഇതാണ് എന്നെ പെരുമ്പാമ്പ് പഠിപ്പിച്ചത്. അജഗരഹ സിന്ധു, സിന്ധു പറഞ്ഞാൽ സമുദ്രം. സമുദ്രം എന്ത് പഠിപ്പിച്ചു ചോദിച്ചാൽ സമുദ്രം നല്ല ആഴം ഉള്ളതാണ്, വിശാലമാണ്. ഇതുപോലെ നമ്മുടെ മനസ്സും ആഴമുള്ളതാവണം, വിശാലമാവണം. ഇപ്പം നമ്മുടെ മനസ്സ് ഇടുങ്ങിയ മനസ്സാണ്. നമ്മുടെ പറഞ്ഞാൽ നിങ്ങളുടെ അല്ല, എൻ്റെ മനസ്സ് കുറച്ച് ഇടുങ്ങിയ മനസ്സാണ്. അപ്പോൾ എന്താ കുഴപ്പമെച്ചാൽ ചിലതൊക്കെ വിഷമം ഉണ്ടാവും, ചിലതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നാറുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയൊക്കെ മാറണം. വിശാലമായി കഴിഞ്ഞ് നന്നായി. ഇടുങ്ങിയ മനസ്സാകുമ്പോൾ കൊതുകും മൂട്ടയൊക്കെ വരും, വലിയ ബുദ്ധിമുട്ടാണ്. കൊതുക് മുട്ടട്ടിട്ട് അത് വളർന്ന് വലിയ ബുദ്ധിമുട്ടാണ്. ഒഴുകാത്ത ജലമാകുമ്പോൾ വലിയ പ്രയാസമാണ്. നേരെ മറിച്ച് സമുദ്രത്തിൽ അങ്ങനെ ഒരു ദോഷമില്ല. പല ദിക്കുന്ന നദികളൊക്കെ വന്ന് സമുദ്രത്തിലെത്തിയാൽ പിന്നെ പേരൊക്കെ പോയി. ഗംഗയിലത്തെ ജലം സമുദ്രത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഗംഗ എന്ന് പറയാറില്ല, പറയും. സമുദ്രത്തിലെത്തി യമുനയും ഗംഗയൊക്കെ ഒന്നായി, പിന്നെ ബക്കറ്റിലെടുത്ത് ഗംഗയത്തെ വെള്ളം, ഇത് യമുന നദി, അങ്ങനെ പറയില്ല. അവിടെ എത്തിയൊക്കെ പോകും. ഇതുപോലെ ഇവിടെ എത്തിയപ്പോൾ നമ്മളൊക്കെ ഒന്നായില്ലേ ഭാഗവതം. ഇപ്പോൾ നമ്മളൊക്കെ ഭാഗവതന്മാരാണ്, നമ്മളൊക്കെ ഭാഗവത ഉപാസകന്മാർ, ഭാഗവതം കേൾക്കാൻ വരുന്നവർ. ഇവിടെ ജാതിയില്ല, മതമില്ല, അല്ലെങ്കിൽ ഒന്നുമില്ല, നിറത്തെ പറ്റിയോ പണത്തെ പറ്റിയോ ഒന്നും ചർച്ചയില്ല. നമ്മളൊക്കെ ഒരു മനസ്സോടുകൂടി ഇരിക്കുകയാണ്, ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട്. ഇതുപോലെ ആവണം. വിശാലമായ മനസ്സ് വേണമെങ്കിൽ ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുക. ഏകാന്തത്തിലിരുന്ന് മനനം ചെയ്ത് തൻ്റെതാക്കി മാറ്റിയാൽ ആരെന്ത് പറഞ്ഞാലും തന്നെ ബാധിക്കില്ല. അഴുക്ക് ജലമാണെങ്കിലും പുണ്യജലമാണെങ്കിലും സമുദ്രത്തിനത് കണക്കാം, ഒക്കെ അതിൽ വരും, അതായി ചേരും. അതിൽ നല്ല ആഴുണ്ട്, വിശാലമാണ്. ഇതുപോലെ മനസ്സ് ആഴമുള്ളതാവട്ടെ, വിശാലമായി മാറട്ടെ എന്ന് ഞാൻ ആരെന്ന് പഠിച്ചു? സമുദ്രത്തിൽ നിന്ന് പഠിച്ചു. നമ്മളിതൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ബീച്ചിലൊക്കെ പോയി നോക്കി നിൽക്കും കേട്ടോ, എന്നിട്ട് കടല വാങ്ങി ഇവിടെ പോലും ചെയ്യും. അതിപ്പം ഇതൊന്നും പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതാണ് കഷ്ടം. ഇതിപ്പോൾ നമ്മൾ കാണുന്നതൊക്കെ തന്നെയാണ് ആരും കണ്ടത്, ഇവിടെ ഈ അവധൂതനം കണ്ടത്. പക്ഷേ അവധൂതനെ പഠിക്കാനുള്ള മനസ്സുണ്ട്, നമുക്ക് പഠിക്കാനുള്ള മനസ്സില്ല. പഠിക്കാനുള്ള മനസ്സുള്ളവൻ വിഡ്ഢികളിൽ നിന്ന് പോലും പാഠം പഠിക്കും. പഠിക്കാനുള്ള മനസ്സില്ലാത്തവൻ വിദ്വാൻമാരിൽ നിന്ന് പോലും ഒരു പാഠവും പഠിക്കില്ല. എത്രയോ ആളുകളുണ്ട് മഹാത്മാക്കളുടെ കൂടെയാവും സഞ്ചാരം, 10-50 വർഷം കൂടി ഇരുന്നിട്ടും ഉണ്ടാവും. എന്നാൽ പോലും അവരുടെ ഗുണങ്ങളൊന്നും ഇയാൾ കാണില്ല. എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്നും ഉള്ളിലേക്ക് പഠിക്കണമെന്നില്ല, മനസ്സിലാക്കണമെന്നില്ല, നേരെ ആവണമെന്നുള്ള ചിന്ത ഉള്ളിലില്ല. അതുകൊണ്ട് ഈ കേൾക്കുന്ന ശാസ്ത്രമൊക്കെ ഭരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തയ്യാറാവണം. എന്ത് നേരെ ആവണം. ചിലർ ചോദിക്കും, കുറേ ദുഃഖം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, നേരെയാവില്ല. ദുഃഖം അനുഭവിച്ചുകൊണ്ടൊന്നും നേരെയാവില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ദുഃഖം അനുഭവിച്ചാൽ മാത്രം പോരാ, ജിജ്ഞാസ വേണം. ഇത് വേണം. പരീക്ഷത്തിന് ശാപം കിട്ടിയോണ്ട് നേരെയതൊന്നല്ല. അദ്ദേഹം ശാപം കിട്ടിയപ്പോൾ എങ്ങോട്ട് പോയി? ഗംഗാതീരത്ത് പോയി ഇരുന്നത് കൊണ്ട് നേരെയില്ല. ജിജ്ഞാസ ഉണ്ട്, അറിയണം എന്നുള്ള ആഗ്രഹവും ആവശ്യം. അതുകൊണ്ട് ദുഃഖിച്ചിരിക്കുന്നവരോട് തത്വം ഉപദേശിക്കരുത് പറയും. ദുഃഖിച്ചിരിക്കുന്നവരോട് ഉപദേശിക്കരുത്. അർജുനൻ ദുഃഖിച്ചിരുന്നപ്പോഴല്ലേ ഉപദേശിച്ചത്? അല്ല, അർജുനൻ ദുഃഖിച്ച് കുറേ വിഷമങ്ങളൊക്കെ പറഞ്ഞ് അവസാനം പറഞ്ഞു, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, എന്നെ ഉപദേശിക്കണമെന്ന് പറഞ്ഞപ്പോഴേ ഭഗവാൻ ഡ്രൈവറുടെ സീറ്റിൽ നിന്ന് മാറി ആ ടീച്ചറുടെ സീറ്റിൽ ഇരുന്നുള്ളൂ. ശിഷ്യസ്തേ അഹം ശാധിമാം, എനിക്ക് നേർവഴി കാണിച്ചു തരണേ, ഞാൻ അങ്ങയുടെ കൂട്ടുകാരനൊന്നല്ല, അങ്ങയുടെ ശിഷ്യനാണ് എന്ന് പറഞ്ഞപ്പോഴാണ് നാം ഉപദേശിക്കുക. അതല്ലാണ്ട് മരിച്ച വീട്ടിൽ പോയിട്ട് അവരെ ഉപദേശിക്കാൻ വിചാരിച്ചാലൊക്കെ മരിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ മരിക്കും അയാളുടെ കയ്യിലുണ്ട്. വേണ്ട, അവിടെ പോയിട്ടൊന്നും വലിയ വേദാന്തം പറയണ്ട, അവിടെ നിന്നും മിണ്ടാണ്ടിരിക്കുക. അവർ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ഭാഗവതം കേൾക്കണം എന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചാൽ ആലോചിച്ച് സന്ദർഭം നോക്കി പറഞ്ഞു കൊടുക്കുക. അതല്ലാതെ ദുഃഖിക്കുന്നവരെയൊന്നും തത്വം ഉപദേശിച്ച് സമാധാനിപ്പിക്കാൻ നോക്കണ്ട. ഇവിടെ യദുരാജാവ് ചോദിച്ചുകൊണ്ട് മാത്രമാണ് അവധൂതം പറഞ്ഞത്. വലിയ അവധൂതം പറയുന്നില്ല, വഴിക്ക് പോവുകയുള്ളൂ. അജഗര സിന്ധു പതംഗോ മധുകൃത് ഗജ. ഇനി പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കാനുള്ള വഴി. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, ഇതാണ് നമ്മുടെ ശത്രുക്കൾ. എത്രയോട് ആവശ്യം ഞാൻ തന്നെ ഇപ്പം അതിനിടയ്ക്ക് പലതവണ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, ഈ 5 ഇന്ദ്രിയങ്ങളെ ജയിക്കുക പറഞ്ഞാൽ നിസ്സാരമല്ല. മറ്റുള്ളവരൊക്കെ ജയിക്കുക പിന്നെയും എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഏറ്റവും പ്രയാസം കണ്ണാണ് കേട്ടോ. അതുകൊണ്ടാണ് കണ്ണിന് നേതാവ് എന്ന അർത്ഥത്തിൽ നേത്രം എന്ന് പേര് വന്നു.
മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാ? കണ്ണാണ്. നല്ല വിഷയങ്ങൾ കാണണമെന്നൊക്കെ ആഗ്രഹിച്ചാവും ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള വിഗ്രഹങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. മുല്ലരിക്കുന്നത്, പക്ഷെ എപ്പോഴും കണ്ണ് വടക്കോട്ടാവും. അവിടെ ആരാ വന്നത്? കൂത്താമ്പുള്ളിയെ തോന്നുന്നുണ്ട്, കര നന്നായിട്ടുണ്ട്. ഇതിപ്പം ചോദിച്ചു നോക്കാം, കഴിഞ്ഞ ഒന്ന് പോയി ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ് മനസ്സ് പോകുന്നത്. കണ്ണങ്ങോട്ട് പോവുകയാണ്. കണ്ണ് പോകുമ്പോൾ പിന്നാലെ മനസ്സ് പോകും. മനസ്സ് പോകുമ്പോൾ പിന്നാലെ നമ്മൾ ഡീറ്റ് പോകും. ചില അങ്ങനെ ഡീറ്റിൻ്റെ കൂടെ വരുന്നുണ്ട്, അവരെന്നെ അറിയുന്നില്ല. അതുകൊണ്ട് അതിന് നിയന്ത്രിക്കണം. പാറ്റയ്ക്ക് പ്രശ്നം അതാണല്ലോ. അത് വിളക്ക് കത്തുന്നത് കണ്ടാൽ ചെല്ലും, എന്നിട്ടോ അതെന്തോ തിന്നാനുള്ള സാധനം വിചാരിച്ച് പോകും, എന്താ അറിയില്ല. അത് വെന്തരിയും. നമ്മളെടുത്ത് മാറ്റിയാലും അതിന് മനസ്സിലാവുന്നില്ല, വീണ്ടും പോകുന്നു. പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളെ പോലെ അച്ഛമ്മമാർ കുറേ ഉപദേശിക്കും, വേണ്ട കുട്ടാ, ഞാനും ആ പ്രായം കഴിഞ്ഞ് വന്നതാണ്, ബുദ്ധിമുട്ടാണ്, വേണ്ട എന്ന് പറഞ്ഞാലും അത് കേൾക്കാണ്ട് വഷളാവുന്നത് പോലെ ഈ പാറ്റ നോക്കും. നമ്മളെടുത്ത് മാറ്റിയാലും പോയി വീഴുന്നുണ്ടല്ലോ. അതിൻ്റെ ബന്ധുക്കളൊക്കെ വീഴുന്നുണ്ട്. അത് കണ്ടാൽ പഠിച്ചുകൂടെ? പഠിക്കുന്നില്ല. എത്ര പേര് വെന്തെരിയുന്നുണ്ട് കണ്ണിൻ്റെ പിന്നാലെ പോയിട്ട്. ഇത് കണ്ടിട്ട് മറ്റുള്ളവർ കണ്ട് മനസ്സിലാക്കണുണ്ടോ? ഇല്ലല്ലോ. ഇതാണ് എന്നെ അഗ്നി പഠിപ്പിച്ചു. അതുപോലെ ആവരുത്. പാറ്റ പഠിപ്പിച്ചു. കണ്ണ് പലതും കാണിച്ചിരുന്നു, അതിൽ ഭ്രമിച്ചിട്ട് പിന്നാലെ പോയി വേണ്ടാത്ത കാഴ്ചകൾ കണ്ട് വീഴരുതേ. കാഴ്ച അല്ലെങ്കിൽ ദൃശ്യങ്ങൾ നമ്മളെ സ്വാധീനിക്കും, സംശയമൊന്നുമില്ല കാര്യത്തിൽ. അതുകൊണ്ട് നല്ലത് മാത്രം കാണാൻ ശ്രമിക്കുക, നല്ലത് മാത്രം കേൾക്കാൻ ശ്രമിക്കുക. ഈ കേൾക്കുന്നതും കാണുന്നതൊക്കെ ഉള്ളിൽ പതിയും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളോട് അനുവാദം ചോദിക്കാണ്ട് തെറ്റി വരും. അതാണ് പല മാനസിക പ്രശ്നങ്ങളും. അതുകൊണ്ട് പ്രത്യേകം നമ്മളാരും നോർമലല്ല. എന്തല്ല വിഷമമായി വരിക, ഞാൻ അത്ര നോർമലല്ല. ആ പ്രഭാഷണം കേട്ടപ്പോൾ മനസ്സിലായില്ലേ? ആരും നോർമലല്ല. നമ്മൾ കുറച്ച് വലിയ കുഴപ്പമില്ലാത്തവരെ നമ്മളെന്ത് പറയും, നോർമൽ എന്ന് പറയുന്നതേ ഉള്ളൂ. എല്ലാവർക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈ മനസ്സൊക്കെ ഒന്ന് താളം തെറ്റി ഇങ്ങോട്ട് കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് വളരെ കരുതേണ്ടതുണ്ട്. ആവശ്യമുള്ളത് മാത്രം അകത്തേക്ക് എടുത്താൽ മതി. ഭദ്രം കർണേഭിः ശൃണുയാമദേവാ ഭദ്രം പശ്യേമാക്ഷഭർയജത്രാः സ്ഥിരൈരംഗൈസ്തസ്തുവാം തുഷ്ടുവാംസസ്തനു വ്യശേമദേവഹിതം യദായുഃ. ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാൻ. കാണുന്നതൊക്കെ നല്ലതായിരിക്കട്ടെ, കേൾക്കുന്നതൊക്കെ നല്ലതായിരിക്കട്ടെ. കാരണം മനസ്സിനെ അധപ്പതിപ്പിക്കുന്ന വിഷയങ്ങൾ കേട്ടാൽ പിന്നെ അത് പതിയും. നമ്മളിപ്പോൾ ഒരു ചിന്ത ഉള്ളിലുണ്ടായാൽ അത് തീരുന്നില്ല. ചിന്ത ഉണ്ടായാൽ അത് പത്തായത്തിലെത്തി, പിന്നെ നാളെ വേവിച്ച് കഴിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ചിന്ത വരാതെ സൂക്ഷിക്കുക. ഇപ്പം ഭാഗവതമൊക്കെ കേൾക്കുന്നത് ഒന്നെങ്കിൽ ഇത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് ഉറങ്ങും. രണ്ടായാലും ലാഭം. ഉറങ്ങിയാലും വേറെ ചിന്തയില്ലല്ലോ. പുതുതായിട്ടൊന്നും ചിന്തിക്കാണ്ടിരിക്കണമെന്നുള്ള ഗുണമുണ്ട്. ഇത് ചിന്തിച്ചാലോ വേണ്ടാത്ത ചിന്ത പോവുകയും ചെയ്യും. അതുകൊണ്ട് പാറ്റയെ പോലെ ആവരുത്, കാഴ്ചകൾ കണ്ട് ഭ്രമിക്കരുത്. ഇനി മൂക്ക് ഗന്ധം, അതിൻ്റെ പിന്നാലും പോകരുത്. വിഷയത്തിന് ഗന്ധമുണ്ട്, വിഷയവാസന എന്ന് പറയും. ജഡമായ വസ്തുക്കൾ പോലും നമ്മളെ സ്വാധീനിക്കും. ചായയും കാപ്പിയൊക്കെ സ്വാധീനിക്കാറില്ലേ? ചിലരൊക്കെ പറയും രാവിലെ ഒരു ചായ ഇല്ലെങ്കിൽ വയ്യട്ടോ. അങ്ങനെയൊന്നുമില്ല. രാവിലെ ചായ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, മനസ്സിലാക്കണം. ചായ ആയാലും കാപ്പി ആയാലും ചുക്കളായാലും ഒന്നും ഇല്ലെങ്കിലും ഒന്നും അങ്ങനെയൊന്നും നമ്മൾ ധരിക്കണം. അതില്ലെങ്കിൽ വയ്യ, ഇതില്ലെങ്കിൽ വയ്യ. അതുപോലെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ചിലർക്ക് ലഹരി വസ്തുക്കളായിരിക്കും. ഇങ്ങനെ പലതും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ആദ്യമൊക്കെ നമ്മൾ അതിനെ കുടിക്കുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നമ്മളെ കുടിക്കുക, അത് നമ്മളെ നിയന്ത്രിച്ചു തുടങ്ങും. അങ്ങനെയൊരു അവസ്ഥ വരുന്നുണ്ട്, ശ്രദ്ധിക്കണം എന്നർത്ഥം. വണ്ടിന് കുഴപ്പമാണ്. അത് ഗന്ധത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത് താമര വിടർന്നിരിക്കുമ്പോൾ പോയി വാസനിച്ച് അങ്ങനെ ഇരിക്കും. കുറച്ച് കഴിഞ്ഞ് സന്ധ്യ ആകുമ്പോൾ താമര പൂമ്പുമ്പോൾ ഉള്ളിൽപ്പെട്ട് പാവും, അത് ശ്വാസം മുട്ടി മരിക്കുകയാണ്. ഗന്ധത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടല്ലേ. കുറച്ച് വാസനിച്ച് എണീറ്റ് പോയിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഇഷ്ടമുള്ളത്ര കഴിക്കരുത്. ഇഷ്ടമുള്ളത് കുറച്ചേ കഴിക്കാവൂ. എപ്പോഴും ഇഷ്ടമുള്ളത് നല്ലതാവില്ല, അത് ശ്രദ്ധിച്ചാൽ മതി. രുചിയുള്ള സാധനം എപ്പോഴും നമ്മുടെ ശരീരത്തിന് അപകടം ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് കരുതി മാത്രം ഉപയോഗിക്കുക. ഇതിപ്പം വലിയ പ്രശ്നമായില്ലേ? ഗന്ധത്തിൻ്റെ പിന്നാലെ പോയിട്ട് ആ വണ്ടിന് അപകടം പറ്റിയില്ലേ? അതുകൊണ്ട് വിഷയത്തിൻ്റെ പിന്നാലെ പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആധ്യാത്മിക വിഷയമാവാം. തൻ്റെ മനസ്സിന് സമാധാനം തരാത്ത വിഷയങ്ങളുടെ പിന്നാലെ പോകരുത്. പ്രയസ്സിന് പ്രാധാന്യം കൊടുക്കരുത്, ശ്രേയസ്സിനെ പ്രാധാന്യം കൊടുക്കാവും. ശാന്തിക്ക് പ്രാധാന്യം കൊടുക്കുക, സുഖത്തിനല്ല. എന്നെ ആര് പഠിപ്പിച്ചു? എന്നെ വണ്ട് പഠിപ്പിച്ചു. തേനീച്ച വേറൊരു പാഠം പഠിപ്പിച്ചു. അമിതമായിട്ട് സമ്പാദിച്ചു വെച്ചാൽ അപകടമാണ് ഉണ്ടാവുക. തേനീച്ച സമ്പാദിച്ചു വയ്ക്കും, ആർക്കും കൊടുക്കില്ല. അത് സംഭാവന കൊടുക്കില്ല, അമ്പലത്തിലേക്ക് കൊടുക്കില്ല, സത്താഹത്തിന് കൊടുക്കില്ല, അന്നദാനത്തിന് കൊടുക്കില്ല, ആശ്രമങ്ങൾക്ക് കൊടുക്കില്ല. അതിങ്ങനെ എടുത്തു വെച്ച് അവസാനം എന്ത് പറ്റും? കരടി വന്ന് മുക്കിപ്പിഴിഞ്ഞ് അതിനെയും കൊല്ലും, തേനും കൊണ്ടുപോകും. ആർക്കും കൊടുക്കാണ്ട് സൽക്കർമ്മങ്ങൾക്ക് മാറ്റിവെക്കാണ്ട് സമ്പാദിച്ചാൽ അത് തന്നെ കൂടി ഇല്ലാണ്ടിയാക്കി നഷ്ടപ്പെടും. അതാണ് എന്നെ ആര് പഠിപ്പിച്ചത്? തേനീച്ച പഠിപ്പിച്ചു. പിന്നെ പഠിപ്പിച്ചത് ആന പഠിപ്പിച്ചു ത്വക്ക്, സ്പർശസുഖത്തിൻ്റെ പിന്നാലെ പോകരുത്. വലിയ ജന്തുവ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ വീഴ്ത്താൻ എളുപ്പം കഴിയും. മനുഷ്യനതിൻ്റെ വീക്ക്നെസ് അറിയാം. അത് സ്പർശസുഖത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ജന്തുവാണ്. വലിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് ചവേല വെച്ച് മൂടും. ദൂരത്തായിട്ട് പിടിയാനയെ വെച്ചാൽ ഈ കൊമ്പൻ പിടിയാനയുടെ അടുത്തേക്ക് ഓടുകയാണ്. എപ്പോഴും ശ്രദ്ധിച്ച് നടക്കുന്ന ജന്തുവാണ് ആന. പക്ഷെ പിടിയാനയെ കണ്ടാൽ ശ്രദ്ധ പോവും, അതങ്ങോട്ട് ഓടും.
ചവരയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം അറിയുന്നില്ല. കാല് തെറ്റി അവിടെ വീഴും, ആ കുഴിയിൽ വീണു. പിന്നെ പന്തം കൊണ്ട് പൊള്ളിച്ച് കുന്തം കൊണ്ട് കുത്തി ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയാക്കിയില്ലേ. കാട്ടാനയ്ക്ക് നല്ല ഉശിര, നാട്ടിലെത്തി അതിലൊരു ഉശിരുമില്ല. അതങ്ങനെ ഉശിരില്ലാണ്ട് ആയത് എന്തിൻ്റെ പിന്നാലെ പോയിട്ടാണ്. സ്പർശസുഖത്തിന് വലിയ പ്രാധാന്യം ജീവിതത്തിൽ കൊടുത്താൽ വലിയ കൊമ്പന പറഞ്ഞിട്ട് കാര്യമില്ല, അതപ്പതിക്കും. എത്ര വലിയ കേമനാണെങ്കിലും വീഴ്ച സംഭവിക്കും. അതുകൊണ്ട് ത്വക്കിനെ ജയിക്കണം എന്നെ ആന പഠിപ്പിച്ചു. പിന്നെ പഠിപ്പിച്ചത് ആരാ? മാന്. ചെവിയെ ജയിക്കണം. മാനിന് നല്ല വേഗതയുള്ള ജന്തുവോ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ പിടിക്കാൻ മനുഷ്യർക്ക് പറ്റും. കാരണം ഇതിൻ്റെ വീക്ക്നെസ്സും ആർക്കറിയാം? മനുഷ്യർക്ക് അതിന് ഒക്കെ അറിയാലോ. അപ്പം അതിന് ശബ്ദമാണ് ഇഷ്ടം. ചെവി കൂർപ്പിച്ച് പാട്ട് കേൾക്കും. രണ്ട് വേടന്മാർ ചെല്ലും, ഒരു വേടൻ കുഴൽ വിളിക്കും. ചെവി കൂർപ്പിച്ച് ആ കുഴൽവിളി നാദം അങ്ങനെ കേൾക്കുന്ന സമയത്ത് മുന്നിലൂടെ ഒരു വേടൻ വന്ന് കുന്തം കൊണ്ട് കുത്തും. കുത്ത് കിട്ടുമ്പോഴേ ഇത് കാണുള്ളൂ. കാണുന്നുണ്ട്, പക്ഷെ ശ്രദ്ധ എവിടെയാ? ചെവിയിലല്ലേ, ശബ്ദത്തിലല്ലേ, ഒന്നും അറിയണില്ലേ. ഇതുപോലെ നമ്മളും കുത്ത് കിട്ടുമ്പോഴേ അറിയുന്നുള്ളൂ. ഇയർഫോണും വെച്ച് മൊബൈലും നോക്കി നമുക്കെന്നെ അറിയാം. കുറേ പേര് സപ്താഹം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വാട്സപ്പിൽ മെസ്സേജ് നോക്കിച്ചിരിക്കുന്നവർ ഉണ്ട്. പ്രഭാഷണം കേട്ടിട്ടല്ല, അതിനകത്ത് അത്ര തമാശ പറഞ്ഞിട്ടില്ല. എന്നാലും അതെന്തോ അതിൽ കണ്ടിട്ടും കേട്ടിട്ടും ചിരിക്കുകയാണ്. അവസാനം എവിടെയെങ്കിലും കുത്ത് കിട്ടുമ്പോഴേ അറിയുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഒന്നിനും അടിമപ്പെടാതെ നോക്കണം. ഒന്നും നമ്മളെ ഭരിച്ചു തുടങ്ങരുത്. അതിൻ്റെ അടിമയാവരുത് നമ്മൾ അതിനെ അടിമയാക്കി വെക്കുക, അത്രയേ പാടുള്ളൂ. അതുകൊണ്ട് ഗ്രാമ്യഗീതം നശനുയാറ്, ഗ്രാമ്യഗീതം കേൾക്കരുത്. മനസ്സിനെ അളക്കുന്ന ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും, അതിൽ വീണു പോകരുതെന്ന് അർത്ഥം. മിസ്ഡ് കോള്, മെസ്സേജ്, 500 രൂപ ഇട്ട് കഴിഞ്ഞാൽ 16 രൂപ കിട്ടും എന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങോട്ട് പുറപ്പെട്ട് പോയാൽ അപകടം സംഭവിക്കും. അതിന് ആദ്യം 1 ലക്ഷം രൂപ അടിച്ചിട്ടുണ്ട്, 30,000 തന്നാൽ മതി, എന്നാൽ ബാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മളത് പോയാൽ എത്രയോ പേർക്ക്, വലിയ വലിയ വിദ്വാൻമാർക്ക് പോലും അപകടം പറ്റുന്നുണ്ട്. അതുകൊണ്ട് പ്രലോഭനങ്ങളിൽ വീണു പോകരുത്. മനസ്സിനെ അളക്കുന്ന ശബ്ദങ്ങൾ കേൾക്കരുത്. കേൾക്കാം, ശാസ്ത്രീയ സംഗീതമേ കേൾക്കാവൂ. മനസ്സിനെ ഇളക്കുന്ന ശബ്ദം കേൾക്കരുത്. ഭാഗവതം കേൾക്കാം, അത് മനസ്സിനെ അളക്കല്ല, അടക്കുകയാണ്. മനസ്സിനെ അടക്കുന്ന ശബ്ദങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, ഇളക്കുന്ന ശബ്ദങ്ങൾ കേൾക്കരുത് എന്നെ ആര് പഠിപ്പിച്ചു? മാന് പഠിപ്പിച്ചു. പിന്നെ നാവിനെ ജയിക്കണം എന്നെ ആര് പഠിപ്പിച്ചു? മത്സ്യത്തിന് പ്രധാനം അത് നാവാണ്. അത് വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും കെട്ടിത്തൂക്കി, ചൂണ്ടലിൽ കെട്ടിത്തൂക്കി പുഴുവിനെ താഴത്തേക്കിട്ട ആര് പോയി കൊത്തും? വയറ് നിറഞ്ഞിരിക്കുക, എന്നാൽ വേണ്ട പറയട്ടെ, അതില്ല, വെറുതെ കിട്ടുന്നതല്ലേ കഴിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പലർക്കും അബദ്ധം പറ്റുന്നത്. അത് വേണ്ട, എനിക്ക് ആവശ്യമില്ല, വെറുതെ കിട്ടുകയാണെങ്കിൽ വേണ്ട, ഇപ്പം ആവശ്യമില്ല, ആവശ്യമുള്ളപ്പോൾ ചോദിക്കാം, ഇങ്ങനെ വേണ്ടു. വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇഷ്ടപ്പെട്ട വിഷയം വന്നാൽ ചിലപ്പം വിശപ്പിന്നു വിഭവങ്ങൾ വേണ്ടോളം നശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾക്കാണെങ്കിൽ കൊതിയാമാക്കും. വിശപ്പിനല്ല കഴിക്കുന്നത്, നമ്മൾ സ്വാദ് നോക്കിയിട്ടാണ് കഴിക്കുക. അത് വലിയ പ്രശ്നമാണ്. രുചിക്ക് പ്രാധാന്യം കൊടുക്കുന്നവർക്ക് കാമവാസന വർദ്ധിക്കും. കാമം വർദ്ധിക്കുന്നവർക്ക് ശ്രദ്ധ ഉണ്ടാവില്ല. ആധ്യാത്മിക വിഷയങ്ങളിൽ വളരെ പ്രധാനമാണ് കാമത്തെ ജയിക്കുക എന്നുള്ളത്. അതുകൊണ്ട് രുചിക്ക് വലിയ പ്രാധാന്യം കൊടുക്കാണ്ടിരിക്കുക. ചില ആശ്രമങ്ങളിലൊക്കെ ഉപ്പില്ലാത്ത കഞ്ഞിയാണ് അവിടെ കിട്ടുക. വയറ് നിറയണ വെച്ചാൽ പോലെ അല്ലേ, വിശപ്പ് മാറണ വെച്ചാൽ ഉപ്പ് വേണം നിർബന്ധമുണ്ടോ? നമുക്ക് ഉപ്പ് വേണം, സമ്മന്തി വേണം, കൊണ്ടാട്ടങ്ങളൊക്കെ വേണം, എന്തൊക്കെ വേണം എന്നാൽ തന്നെ വലിയ ഇതൊക്കെയാണ് കഥ. അതുകൊണ്ട് രുചിക്ക് പ്രാധാന്യം കൊടുക്കരുത് എന്നെ ആ മത്സ്യം പഠിപ്പിച്ചു. നാവ് 2 ജോലി ചെയ്യുന്നുണ്ട്. വർത്തമാനം പറയുകയും ചെയ്യും, രുചി അറിയുകയും ചെയ്യും. രുചി അറിയുന്നത് കൊണ്ട് അയാൾക്ക് ഉപദ്രവമുള്ളൂ, വർത്തമാനം പറഞ്ഞ നാട്ടുകാർക്ക് ഉപദ്രവമുണ്ട്. അതുകൊണ്ട് അത് കർമ്മേന്ദ്രിയവും ജ്ഞാനേന്ദ്രിയവുമാണ്. അതുകൊണ്ട് കുറച്ചധികം നാവിനെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നാവിനെ ജയിച്ചാൽ എല്ലാത്തിനെയും ജയിച്ചു എന്ന് പറയും. ജിതം സർവം ചിതേരസേ. നാവിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനം. കഴിക്കാണ്ടിരുന്നാൽ മാത്രം പോരാ, മിണ്ടാണ്ടിരിക്കാനും പരിശീലിക്കണം. ആവശ്യമുള്ളത് മാത്രമേ ഞാൻ പറയുള്ളൂ എന്ന് ഉറപ്പിക്കുക. അളന്ന് തൂക്കി മാത്രം സംസാരിക്കുക. ആവശ്യമില്ലാത്ത വർത്തമാനം പറയാണ്ടിരിക്കുക. നമ്മുടെ തപസ് വർത്തമാനത്തിലൂടെ ചോർന്നു പോവുകയാണ്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. ഒരിക്കലും തൻ്റെ കേമത്വം പറയരുത്, മറ്റുള്ളവൻ്റെ കുറ്റം പറയരുത്. നമ്മൾ ഒന്നെങ്കിൽ മറ്റുള്ളവൻ്റെ കുറ്റം അല്ലെങ്കിൽ തൻ്റെ കേമത്വം, ഇങ്ങനെയാണ് പറയുക. അത് പാടില്ല എന്നർത്ഥം. അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുക. മൗനം വളരെ നല്ലതാണ്. മൗനം എന്ന് പറഞ്ഞാൽ പുറമെ മിണ്ടാണ്ടിരുന്നുകൊണ്ടും കാര്യമില്ല, ഉള്ളിലും മിണ്ടരുത്. നമ്മൾ പുറമെ മിണ്ടാണ്ടിരിക്കുക, ഉള്ളിൽ കേടായ റേഡിയോ പോലെയാണ്, ഏതൊക്കെയോ ചാനൽ. അതല്ല, ഇനി പുറമെ മിണ്ടിയാലും കുഴപ്പമില്ല, ഉള്ളിൽ മിണ്ടാണ്ടിരുന്നാൽ മതി. അതുകൊണ്ട് നാവിനെ ജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനം. ഈ പറഞ്ഞ ജന്തുക്കളെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആനയ്ക്ക് ത്വക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, മാനിന് ചെവി മാത്രമേ കുഴപ്പമുള്ളൂ, പാറ്റയ്ക്ക് കണ്ണ് മാത്രമേ കുഴപ്പമുള്ളൂ. നമുക്കൊക്കെ കുഴപ്പമാണ്. കണ്ണും മൂക്കും നാക്കും ചെവിയും ത്വക്കും കുഴപ്പമാണ്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആരാണ്? മനുഷ്യനാണ്. അതുകൊണ്ട് മനുഷ്യൻ ജാഗ്രതയോടുകൂടി കഴിയണം, പഞ്ചേന്ദ്രിയങ്ങളെയും ജയിക്കണം എന്ന് ആര് പഠിപ്പിച്ചു? പിന്നെ പല ഗുരുനാഥന്മാരുണ്ട്. അത് അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം. അല്ലേ? സമയം മനസ്സിലായില്ല.